RCB മുംബൈ മത്സരത്തിന് ശേഷം RCB മാനേജ്മെന്റ് മൊത്തമായി തന്നെ എയറിൽ കയറിയിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസുമായുള്ള കനത്ത പരാജയം RCB ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ 6 മത്സരങ്ങളിൽ നിന്ന് 5 പരാജയവുമായി 9ാം സ്ഥാനത്തേക്ക് വളരെ മോശം റൺ റേറ്റോടുകൂടെ പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസുമായുള്ള മത്സരം ഏറ്റെടുത്ത് പറയുകയാണെങ്കിൽ RCB ബോളേഴ്സിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. വമ്പൻ പ്രതീക്ഷയോടെ വന്ന റീസ്റ്റോപ്പിളി, മുഹമ്മദ് സിറാജ് അടക്കമുള്ളവർ റൺസ് വാങ്ങിയത് RCB ശരിക്കും സമ്മർദ്ദത്തിലാക്കി. മത്സരത്തിലേക്ക് വന്നാൽ പ്രധാനമായും 4 മാറ്റങ്ങളോടുകൂടെ തന്നെയാണ് RCB കളിക്കാനിറങ്ങിയത്. ക്യാമറൺ ഗ്രീന് പകരം വിൽ ജാക്സ് ടീമിലേക്ക് എത്തി. ഹിമാൻഷു ശർമ്മയ്ക്ക് പകരം മഹിപാൽ ലോംബ്രോറും, യശ് ദയാലിന് പകരം വൈശാഖ് വിജയകുമാർ, മയങ്ക് താക്കറിന് പകരം ആകാശ് ദീപ്. പിന്നീട് സൗരവ് ചൗഹാനും ഇമ്പാക്ട് സഭ ഇറങ്ങി. എന്നാൽ മത്സരത്തിൽ ആർക്കും കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. വിൽ ജാക്സ് നേരിട്ട് ആദ്യ പന്ത് തൊട്ടേ ആക്രമിച്ചു തുടങ്ങിയെങ്കിലും അതൊന്നും മതിയാകാതെ വന്നു. RCB ബോളിങ്ങിന് സീസണിന് മുന്നോടിയായി തന്നെ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മുഹമ്മദ് സിറാജ് ഒഴിച്ചാൽ ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പേസർമാർ ആരും തന്നെ ഇല്ല എന്നുള്ളത് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനേക്കാളുപരി വമ്പൻ പൈസയ്ക്ക് RCB ടീമിലെത്തിച്ച അൽസാരി ജോസഫ് അടക്കമുള്ളവർ റൺസ് വാങ്ങുന്നു. ലോക്കി ഫെർഗ്യൂസൺ ഇതുവരെ ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല. കളിപ്പിക്കാനുള്ള സ്പേസും RCBയുടെ പക്കലില്ല. രജത് പടിത്തർ പോലുള്ള താരങ്ങളുടെ ഫോമും RCBക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചിരുന്നുവെങ്കിലും ആ മത്സരം പരാജയപ്പെട്ടു. കോഹ്ലിയുടെ മെല്ലെപ്പോക്ക് ഇന്നിങ്സാണ് തോൽവിക്ക് കാരണമെന്ന് ഒരു വിഭാഗം വിമർശകർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി പുറത്തായപ്പോൾ RCBക്ക് സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. മികച്ച രീതിയിൽ മത്സരം കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ ഫാഫ് ഡു പ്ലസിയോ വിരാട് കോഹ്ലിയോ ആങ്കറിംഗ് ഇന്നിങ്സ് കളിക്കേണ്ട ഗതിയാണ് RCBക്കുള്ളത്. അത് എന്ന് മാറുന്നു അന്ന് തന്നെയായിരിക്കും RCBയുടെ തലവരെയും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല എല്ലാ മത്സരങ്ങളിൽ എന്നോണം RCB ബോളർമാർ റൺസ് വഴങ്ങുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ ചെന്നൈയോട് പരാജയപ്പെട്ടു. അത് താരതമ്യേന 20-15 റൺസ് RCB ഷോർട്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടാം മത്സരം പഞ്ചാബുമായി മികച്ച രീതിയിൽ മത്സരിച്ച് വിജയിച്ചു. കൊൽക്കത്തയുമായുള്ള മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 183 ചേസ് ചെയ്യുന്നത് 16 ഓവറിലാണ്. അത് RCBക്കേറെ നാണക്കേടുണ്ടാക്കിയിരുന്നു. ലക്നൌവായിട്ടുള്ള മത്സരത്തിൽ 28 റൺസിന്റെ പരാജയം RCB ശരിക്കും വലിച്ചു കളഞ്ഞു. രാജസ്ഥാനുമായി സമാന രീതിയിലുള്ള പരാജയമായിരുന്നു. ജോസ് ബട്ട്ലറിന് സെഞ്ചുറിക്ക് വഴി തുറന്ന മത്സരത്തിലായിരുന്നു അത്. വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിട്ടും ടീം സ്കോർ 190 കടന്നില്ല. ഇന്നത്തെ മത്സരത്തിലും സമാനമായ സാഹചര്യമുണ്ടായി. വമ്പന്മാരെല്ലാം അടിച്ചിട്ടും 200 കടക്കാൻ RCBക്ക് സാധിച്ചിട്ടില്ല. 230 RCB ഇങ്ങനത്തെ ബോളിംഗ് വെച്ച് നേടണമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ടൂർണമെന്റ് മുന്നേറുന്നതോളം RCB ബോളിംഗിൽ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.